ഇക്കുറി ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൻ്റെ ഫലം 13-ാം തീയതി വരുമ്പോൾ കണ്ണൂർ കോർപ്പറേഷനിൽ NDA ഒരു ചരിത്ര വിജയം നേടും. പിണറായി വിജയൻ്റെ ഈ കണ്ണൂരിൽ നാം വലിയ മുന്നേറ്റം നടത്തും. അതിന് കൃത്യമായ പ്രവർത്തന പദ്ധതി തയ്യാറാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ കോർപ്പറേഷനിൽ മുന്നോട്ട് പോകുന്നത്. മറ്റ് മുന്നണികളിൽ നിന്ന് വ്യത്യസ്തമായി ആദ്യം, അതും കണ്ണൂരിലെ കോർപ്പറേഷൻ്റെ ചരിത്രത്തിൽ ആദ്യമായി മുഴുവൻ ഡിവിഷനുകളിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് നമ്മുടേത്. മാത്രമല്ല, നമ്മുടെ പ്രവർത്തകർ ഇതിനോടകം തന്നെ 2 തവണ വീട് കയറി കഴിഞ്ഞു. ആ ഗൃഹസമ്പർക്കത്തിൽ പങ്കെടുത്ത ഒരാളെന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയ സാഹചര്യം നമുക്ക് വളരെ അനുകൂലമാണ്. UDF-ലുള്ളവരും എന്തിനേറെ പറയുന്നു, CPM-ന്റെ സ്ക്വാഡ് പ്രവർത്തനത്തിന് പോകുന്നവരുടെ വോട്ട് പോലും ഇക്കുറി ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇവിടെയുള്ളത്. കാരണം കേരളത്തിലെ LDF-നെ സംബന്ധിച്ചും UDF-നെ സംബന്ധിച്ചും ജനങ്ങൾക്ക് പുച്ഛാണ്. മാർക്സിസ്റ്റ് പാർട്ടി സ്വർണം കലക്കൽ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു. കോൺഗ്രസ് പാർട്ടി യുവ നേതാവിന്റെ ഗർഭം കലക്കൽ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു. ജുഗുപ്സാഹമാണ്, അറപ്പും വെറുപ്പും ഉളവാക്കുന്നതാണ് ഈ 2 മുന്നണികളുടെയും രാഷ്ട്രീയമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഒരു സംശുദ്ധമായ രാഷ്ട്രീയം നരേന്ദ്രമോദിയുടെ ടീമിന്റെ നേർവക്താവായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള ഒരു സംശുദ്ധമായ രാഷ്ട്രീയം ഈ നാട് ആഗ്രഹിക്കുന്നു. ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ പ്രസംഗിക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഗൃഹസമ്പർക്കത്തിന് പോയപ്പോൾ ഒരു അമ്മ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? മോനെ, താമരക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ അയ്യപ്പനെ അവർ കട്ടുകൊണ്ടുപോയി കളയും. ഇതാണ് ഗ്രൗണ്ടിലെ റിയാലിറ്റി. എന്താണ് നമ്മുടെ ചെറുപ്പക്കാരുടെ ചുണ്ടിലെ പാട്ട്? സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ. സ്വർണം ചമ്പാക്കിയതാരപ്പ, സഖാക്കളാണ് അയ്യപ്പ. ഇതാണ് വൈറലായിട്ടുള്ള യുവജനങ്ങളുടെ ചുണ്ടിൽ തത്തിക്കളിക്കുന്ന മന്ത്രം. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, 11-ാം തീയതി പോളിംഗ് ബൂത്തിൽ ചെന്ന് കേരളത്തിലെ വിശ്വാസികൾ, ജനാധിപത്യ വിശ്വാസികൾ ഇലക്ട്രോണിക് യന്ത്രത്തിന്റെ മുമ്പിൽ നിന്ന് സാക്ഷാൽ അയ്യപ്പനെ മനസ്സിൽ ധ്യാനിച്ച് പിണറായി വിജയന്റെ നിറങ്ങൾക്ക് കുത്തിക്കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കേരളം കാണാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ BJP-യുടെ വോട്ട് ഷെയർ മാത്രമല്ല, പ്രധാനപ്പെട്ട നഗരങ്ങൾ നമ്മൾ ജയിക്കും, ഭരിക്കും, പഞ്ചായത്തുകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കും. അത് വരാതിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മഹാമുന്നേറ്റത്തിന്റെ കാഹളമായിരിക്കും എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഇതുവരെ ആരംഭത്തിൽ നടത്തിയ ആവേശകരമായ പ്രവർത്തനം കൃത്യമായി നമ്മൾ നടത്തുകയാണ്. പ്ലാൻ ചെയ്ത കാര്യങ്ങൾ കൃത്യമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് വലിയ മുന്നേറ്റം ഈ കോർപ്പറേഷൻ ഉണ്ടാക്കാൻ സാധിക്കും. ഈ കോർപ്പറേഷനെ LDF-ഉം UDF-ഉം ഭരിച്ച് ഈ നഗരത്തെ ഒരു നരകമാക്കിയിരിക്കുന്നു. ഈ നരകത്തിൽ നിന്ന് കണ്ണൂർ രക്ഷിക്കാനുള്ള മഹാപോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് മാത്രം ചുരുക്കി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ബോലോ ഭാരത് മാതാ കി.